ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. പഞ്ചാരയപ്പം, വെള്ളക്കാരയപ്പം എന്നൊക്കെ പറയാറുള്ള നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണൂരപ്പത്തിൻ്റെ റെസിപ്പിയാണ്. കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും. ഷേപ്പ് കാണുമ്പോൾ ഉണ്ണിയപ്പം പോലെ ഉണ്ടെങ്കിലും ടേസ്റ്റിലും ലുക്കിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പലഹാരമാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഉണ്ടാക്കാനത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. സാധാരണ പച്ചരി അത് നല്ലോണം കഴുകിയതിന് ശേഷം ഒരു 4-5 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. അരി നന്നായിട്ട് കുതിരണം, അപ്പോഴാണ് നന്നായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ മുഴുവനായിട്ടും ഊറ്റി കളഞ്ഞതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരി അളന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിനാണോ അതേ കപ്പിൽ ഒരു 1/2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ അളവ് കൂടണ്ട കേട്ടോ, ഏകദേശം ഒരു 1/2 കപ്പ് വരെ തന്നെ എടുത്താൽ മതി. ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കും. ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം, മട്ടേരിയോ പൊന്നിയരിയോ ഏതായാലും എടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അതേ കപ്പ് തന്നെ ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനായിട്ട് നമ്മൾ ഈ ഒരു അപ്പത്തിൽ പഞ്ചസാരയാണ് ചേർക്കുക. അപ്പോൾ പഞ്ചസാരയുടെ അളവ് എന്ന് പറയുമ്പോൾ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കാം. ഈ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. അതിന് ശേഷം പിന്നെ നമുക്ക് അതേ കപ്പിൻ്റെ അളവ് തന്നെ ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്പത്തിൻ്റെ മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശ മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കണ്ട. 1/2 കപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് മധുരമുള്ള പലഹാരമാണല്ലോ, അപ്പോൾ ഒരുപാട് ഉപ്പ് വേണ്ട. ആ മധുരം ഒന്ന് ബാലൻസ് ആവുന്ന രീതിയിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ മാവ് നമ്മളിനി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ചുരുങ്ങിയതൊരു 8 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. മാവ് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മളിത് മാറ്റി വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നോക്കുമ്പോൾ മാവ് ഒരുപാട് അങ്ങോട്ട് പൊങ്ങി വന്നിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറുതായിട്ടൊന്നിങ്ങനെ പുളിച്ച് വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് അപ്പത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടാണ് 1 ടീസ്പൂൺ ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നന്നായി പൊങ്ങി നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഈസ്റ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർത്തിട്ടും കണ്ണൂരപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ അരി അരച്ച സമയത്ത് അതിൻ്റെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അതിന് ശേഷം പിന്നെ നമുക്കിതിനി പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുക്കുക. വെളിച്ചെണ്ണയോ റീഫൈൻഡ് ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കുഴികളിലൊന്നും ഒരുപാട് അങ്ങോട്ട് നിറയുന്ന രീതിയിൽ ഒഴിക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മൾ മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഴികളുടെ ഏകദേശം ഒരു 1/4 ഭാഗമൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മാവ് ഒഴിച്ചു കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിക്കുക. മാവ് ഇതുപോലൊരു ഗ്ലാസ്സിൽ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ ഈ ഒരു അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഏകദേശം ഒരു വെള്ള കളറിലും മറ്റേ ഭാഗം ഒരു ബ്രൗൺ കളറിലാണ് ഉണ്ടാവുക. ഒന്ന് മൊരിഞ്ഞിട്ടൊരു ബ്രൗൺ കളറിലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒഴിക്കുകയാണെങ്കിൽ ആ വെള്ള കളർ കറക്റ്റായിട്ട് കിട്ടില്ല, പെട്ടെന്ന് തന്നെ കളർ മാറിപ്പോവും. നമ്മളിത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-20 സെക്കൻഡ് ആകുമ്പോഴേക്കും മാവ് കുഴിയുന്ന ഓരോന്നായിട്ട് വിട്ട് വരും. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഓരോന്നും ഇതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ആ തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ള ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ചുട്ടെടുക്കുക. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതിൽ നന്നായിട്ട് എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. മാവ് ആ കുഴിയിൽ നിന്നൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഏകദേശം പകുതി വേവായിട്ടുണ്ടാവും. പിന്നെ അത് തിരിച്ചിട്ടിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ഒന്ന് വറുത്തെടുക്കുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അപ്പം ഏകദേശം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട്. അടിഭാഗം നന്നായിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് എക്സസ് ആയിട്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആ ചട്ടിയിലേക്ക് തന്നെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. അപ്പോൾ 1 കപ്പ് പച്ചരി വെച്ചിട്ടുള്ള ആ ഒരു മാവ് കൊണ്ട് നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ ഒരു 22 കണ്ണൂരപ്പാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്.
ചൂടോട് കൂടിയിട്ടിരിക്കുമ്പോൾ ആ ബ്രൗൺ കളറായിട്ടുള്ള ഭാഗം കുറച്ച് മൊരിഞ്ഞിട്ട് തന്നെ ഉണ്ടാവും. ആ ബാക്ക് സൈഡ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ആ നല്ല ചൂട് മാറിയതിന് ശേഷം ഇത് നമ്മൾ കുറച്ച് സമയം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ അതുപോലെ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. കഴിച്ചിട്ടുള്ളവർക്ക് അറിയുന്നുണ്ടാവും, കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അരി കുതിർക്കാനും മാവ് റെസ്റ്റ് ചെയ്യാനും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കണ്ണൂരപ്പം ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്